അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ, പ്രഭാത വെളിച്ചം 536-ാമത്തെ ദിവസം. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പറയാൻ പോകുന്നത്, ഒരു മുസ്ലിമായ മനുഷ്യൻ നല്ല ആത്മാർത്ഥമായി ഒരു ജനാസയെ അനുഗമിക്കുന്നുവെങ്കിൽ അവന് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് മുത്തുനബി പറയുന്ന ഹദീസാണ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുകയാണ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുന്നു, മനിത്തബഅ ജനാസത മുസ്ലിമിൻ ഈമാനൻ വഹ്തിസാബ. ആരെങ്കിലും ഒരാൾ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ജനാസയെ അനുഗമിച്ചു, ഈമാനൻ വഹ്തിസാബൻ, നല്ല സത്യവിശ്വാസിയായി അതിനുള്ള വലിയ പ്രതിഫലം ആഗ്രഹിച്ചവനായി അവൻ ജനാസയെ അനുഗമിച്ചു. വകാന മഅഹു ഹത്താ യുസല്ലി അലൈഹ വയഫ്റുഉ മിൻ ദഫ്നിഹ ഫഇന്നഹു യർജിഉ മിനൽ അജ്രി ബിഖിറാത്തിൻ. അല്ലാഹുവിൻ്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ ജനാസയോട് കൂടെ അവൻ പോവുകയും ആ ജനാസയുടെ മേൽ മയ്യിത്ത് നിസ്കാരത്തിൽ അവൻ പങ്കെടുക്കുകയും അങ്ങനെ മറവ് ചെയ്യുന്നത് വരെ, ആ മറവ് ചെയ്യുന്നതിലേക്കും അവൻ്റെ സമയം അവൻ മാറ്റിവെച്ചാൽ അവൻ മടങ്ങി വരുന്നത് 2 ഖീറാത്ത് പ്രതിഫലത്തോടു കൂടിയാണ്. ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തൂക്കമാണ്. ആ ഖീറാത്തിനെ കുറിച്ച് പറയുന്നു, കുല്ലു ഖീറാത്തിൻ മിസ്ലു ഉഹദിൻ, ഓരോ ഖീറാത്തും അത് ഉഹുദ് മലയോളം തുല്യമുള്ളതാണ് എന്ന്. ഒമൻ സല്ലാ അലൈഹ, ഒരാൾ നിസ്കരിച്ചു, മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു, സുമ്മ റജഅ ഖബല അൻ തുദ്ഫന, മറവ് ചെയ്യുന്നതിന് മുമ്പ് അവൻ മടങ്ങി, എന്നാൽ ഫഇന്നഹു യർജു ബിഖിറാത്തിൻ, അവൻ ഒരു ഖിറാത്താണ്. അവൻ നിസ്കരിക്കുകയും മറവ് ചെയ്യുന്നതിലുമൊക്കെ പങ്കെടുത്താൽ 2 ഖിറാത്താണ്. ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ ഉഹുദ് മലയോളം അവനിൽ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രേഖപ്പെടുത്തുമെന്നാണ്. അത്രമേൽ മഹത്വമുള്ളതാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ട് ആ ജനാസയെ അനുഗമിക്കുക എന്നുള്ളത്. ഇത് ചില ആളുകളൊക്കെ മനസ്സിലാക്കുകയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രത്യേകമായി ആ മയ്യത്തിനെ അനുഗമിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ താല്പര്യപൂർവ്വം മുന്നോട്ട് വരാറുണ്ട്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, മയ്യത്ത് പരിപാലനം എന്നുള്ളത് വളരെയേറെ പുണ്യമുള്ളതാണ്. ആ മയ്യത്തിനെ കുളിപ്പിക്കുക എന്നുള്ളതും കഫം ചെയ്യുക എന്നുള്ളതും മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതും മറവ് ചെയ്യുക എന്നുള്ളതുമൊക്കെ ഏറെ പ്രതിഫലമുള്ളതാണ്. അതിനൊക്കെ സന്നദ്ധരാകാൻ നമുക്ക് കഴിയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലേക്ക് പ്രചോദിപ്പിക്കുക കൂടി ചെയ്യുകയാണ്. ശരിക്കും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് കഴിയണം. അള്ളാഹു ഇത്രമേൽ വലിയ പ്രതിഫലങ്ങളൊക്കെ വാരിക്കൂട്ടുന്ന വിജയികളിൽ ഉൾപ്പെടാൻ നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ. അള്ളാഹുവേ, പ്രഭാത വെളിച്ചം കൂട്ടായ്മയുള്ള ആളുകളായതുകൊണ്ട് ഓരോ പ്രഭാതവും ഞങ്ങൾക്ക് വെളിച്ചമുള്ളതാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണമേ അല്ലാ, ആക്കിബത്ത് നന്നാക്കണമേ റഹ്മാനെ. ഞങ്ങളുടെയൊക്കെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സമാധാനവും ജീവിതത്തിന് സ്വസ്ഥതയും നൽകണമേ റബ്ബേ. കമൻറ്റ് ബോക്സിൽ വന്ന് ദുആ കൊണ്ടേൽപ്പിച്ചവരുടെയൊക്കെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ അല്ലാ. നിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണമേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. എല്ലാവരും പരസ്പരം ദുആയിൽ ഓർക്കണം, ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.